ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 7ാമത്തെ ശ്ലോകം നോക്കാം. അംഗീകൃതം ത്വയാ തദ്വൈ പ്രസന്നോ ഭൂദ്ധരിസ്തദാ മുക്തിം ദാസീം ദദൗ തുഭ്യം ജ്ഞാനവൈരാഗ്യകാവിമൗ. നമുക്കിനിയും അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. അംഗീകൃതം, അംഗീകൃതം എന്ന് പറഞ്ഞാൽ അംഗീകരിക്കപ്പെട്ടു അഥവാ സമ്മതിക്കുക എന്ന് പറയും. നമ്മളോട് ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ നമ്മളത് സമ്മതിച്ചു കൊടുക്കുക, അംഗീകരിക്കുക. അപ്പോൾ അംഗീകൃതം, അംഗീകരിക്കപ്പെട്ടു. ത്വയ, ത്വയ എന്ന് പറഞ്ഞാൽ അങ്ങയാൽ. ഇവിടെ ഭക്തിദേവിയോട് പറയാം, ഭക്തിദേവിയാൽ അംഗീകരിക്കപ്പെട്ടു. തദ്വൈ, തദ്വൈ എന്ന് പറഞ്ഞാൽ അത് തന്നെ. എന്താണോ ഭഗവാൻ പറഞ്ഞത്, ഭഗവാൻ എന്തായിരുന്നു പറഞ്ഞത്? തൻ്റെ ഭക്തന്മാരെ പോയി പോഷിപ്പിക്കുക അല്ലെങ്കിൽ പുഷ്ടിപ്പെടുത്തുക എന്ന് പറഞ്ഞത് ഭക്തിദേവിക്കും വളരെ സന്തോഷമായി. ഇതിനേക്കാൾ വലിയൊരു സൗഭാഗ്യം എന്താണ് വരാനുള്ളത് അല്ലേ? ഭഗവാന്റെ ഭക്തരോടുകൂടി ചേർന്നിരിക്കാൻ കഴിയുക. അപ്പോൾ ഭക്തിദേവിക്കും അതിയായ സന്തോഷമായി. അതുകൊണ്ട് ഭക്തിദേവി പറഞ്ഞു, ഭക്തിദേവി ഭഗവാന്റെ ആവശ്യത്തെ വളരെ പെട്ടെന്ന് തന്നെ അംഗീകരിച്ചു. അത് തന്നെയാണ് തനിക്കും ഏറ്റവും സന്തോഷമെന്നുള്ള മട്ടിൽ അത് അംഗീകരിച്ചു. എന്നിട്ടോ പ്രസന്നോ ഭൂധരിസ്തദാ, പ്രസന്നഃ ഭൂത ഹരി തദാ, ഇങ്ങനെ 4 വാക്കുകൾ ചേരുന്നതാണ് പ്രസന്നോ ഭൂധരിസ്തദാ. പ്രസന്നഃ എന്ന് പറഞ്ഞാൽ ഭഗവാന് പ്രസന്നനായി. ഭഗവാൻ അത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി. എന്താ, തൻ്റെ ഭക്തരോട് ചേർന്നിരിക്കാൻ ഭക്തിദേവിക്കും ഇത്രയേറെ സന്തോഷമാണ്, താല്പര്യമാണെന്ന് കണ്ടപ്പോൾ പ്രസന്നനായി. അങ്ങനെ അഭൂത, അഭൂത എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭവിച്ചു, പ്രസന്നനായി ഭവിച്ചു ഭഗവാൻ. ആര്? ഹരി, ശ്രീഹരി ഭഗവാൻ വളരെ പ്രസന്നനായി ഭവിച്ചു. ഭക്തിദേവി ഈ ഒരു ആവശ്യത്തെ അംഗീകരിച്ചപ്പോൾ. തഥാ, തഥാ എന്ന് പറഞ്ഞാൽ അപ്പോൾ. മുക്തിം, മുക്തിം എന്ന് പറഞ്ഞാൽ മുക്തിയെ. ദാസീം, അപ്പോൾ ഭഗവാൻ ഇത് അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാൻ പ്രസന്നനായിട്ട് ഇനിയും ഭഗവാൻ എന്തൊക്കെയാണ് ഭക്തിദേവിക്കായിക്കൊണ്ട് അനുഗ്രഹത്തെ, ഏതൊക്കെ വിധത്തിലുള്ള ഒരു അനുഗ്രഹമാണ് കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. മുക്തിം ദാസീം, മുക്തിയെ ദാസീം, ദാസിയാക്കി കൊടുത്തു ആ മുക്തിയെ. അപ്പോൾ ഭക്തിദേവിയുടെ ദാസിയാണ് മുക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഭക്തിദേവിയെ ആശ്രയിച്ചാൽ, ഭക്തിദേവിയെ മുറുകെ പിടിച്ചാൽ താനെ ആ ദാസിയും നമ്മളിൽ സംതൃപ്തരാവും അല്ലെങ്കിൽ സംപ്രീതയാകും. അപ്പോൾ ഇവിടെ പറയുകയാണ്, ആ ഭക്തിദേവിയുടെ ദാസിയായി മുക്തിയെ നൽകി. കഴിഞ്ഞില്ല, ദദൗ, ദദൗ എന്ന് പറഞ്ഞാൽ നൽകി. തുഭ്യം, തുഭ്യം എന്ന് പറഞ്ഞാൽ ആ ദേവിക്ക്, അവിടുത്തെ ആ ഭക്തിദേവിക്ക് ജ്ഞാനവൈരാഗ്യകാവിമൗ, ജ്ഞാനവൈരാഗ്യകാവിമൗ എന്ന് പറഞ്ഞാൽ ജ്ഞാനവൈരാഗ്യകൗ ഇമൗ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ജ്ഞാനവൈരാഗ്യകാവിമൗ. ഇമൗ എന്ന് പറഞ്ഞാൽ 2 പേരും, അതായത് ഈ 2 ജ്ഞാനവും വൈരാഗ്യവും. ജ്ഞാനവൈരാഗ്യകൗ എന്ന് പറഞ്ഞാൽ ജ്ഞാനവും വൈരാഗ്യവും, ഇവരെ 2 പേരെയും ഇപ്പോൾ ഇവിടെ ഭക്തിദേവിക്ക് കൊടുത്തിരിക്കുന്നു. എങ്ങനെ? പുത്രരായിക്കൊണ്ട്. ഭക്തിദേവിയുടെ പുത്രരാണ് ജ്ഞാനവും വൈരാഗ്യവും എന്ന് പറഞ്ഞാൽ ഭക്തിയിലൂടെ തൻ്റെ അനുസരണയുള്ള തൻ്റെ മൊഴികൾക്ക് എതിരായി വർത്തിക്കാത്ത, അല്ലെങ്കിൽ തൻ്റെ പ്രീതിക്കായിക്കൊണ്ട് നിൽക്കുന്ന തൻ്റെ സന്തതികളായിട്ടുള്ള ആ ജ്ഞാനവൈരാഗ്യങ്ങളെ ഭക്തിദേവി തന്നെ ആശ്രയിക്കുന്നവർക്ക് നൽകുന്നു. കഴിഞ്ഞില്ല, ആ ജ്ഞാനപുത്രരിലൂടെ ആ പരമമായ മുക്തി എന്ന പദത്തിലേക്ക്, ഭക്തിദേവിയുടെ ദാസിയായി വർത്തിക്കുന്ന മുക്തിയിലേക്കും കൂടി തൻ്റെ ഭക്തരെ എത്തിക്കുന്നു. അപ്പോൾ ഭക്തിദേവിയെ ആശ്രയിക്കുകയേ വേണ്ടൂ. ഭക്തിദേവിക്കാകട്ടെ ഏറ്റവും ഇഷ്ടം ആ ഭഗവാന്റെ ഭക്തരോടൊപ്പം ചേർന്നിരിക്കുന്നതാണ്. ഭഗവാന്റെ ഒരു കാരുണ്യം കൊണ്ട് ഭഗവാൻ കൊടുത്ത ഒരു അനുഗ്രഹം
തന്നിലേക്ക് കൽപ്പിച്ചു നൽകിയ ആ ഒരു ഉത്തരവാദിത്വം, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു കർമ്മവും, നമ്മൾ പറയില്ല രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല്. ഇവിടെ ഭക്തിദേവിക്ക് ഏറ്റവും ഇഷ്ടം ഭഗവാന്റെ ഭക്തരെ തന്നെയാണ്. ആ ഭക്തരോടൊപ്പം ചേർന്നിരിക്കുന്നതിലാണ് ഭക്തിദേവിക്ക് ഏറ്റവും താല്പര്യം. ഇവിടെ ഭഗവാൻ കൊടുത്തതും അതേ കർമ്മം തന്നെ നിർവഹിക്കുക എന്ന ദൗത്യമാണ്. അപ്പോൾ ഭക്തിദേവി അങ്ങനെ തൻ്റെ ഭക്തരോട് ചേർന്നിരിക്കുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവളായിട്ടുള്ള ഭക്തിദേവി, തൻ്റെ പ്രിയപ്പെട്ട തൻ്റെ പ്രാണനേക്കാൾ താൻ സ്നേഹിക്കുന്ന, തനിക്ക് പ്രിയപ്പെട്ടവളായിരിക്കുന്ന ഭക്തിദേവി തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ ഭക്തരോടൊപ്പം തന്നെ ചേർന്നിരിക്കണമെന്ന് ഭഗവാൻ നിശ്ചയിച്ചതുകൊണ്ടാവാം ഇങ്ങനെ ഒരു ദൗത്യം ഭഗവാൻ തൻ്റെ വല്ലഭയ്ക്ക് കൊടുത്തത്. ആ ഭക്തിദേവി ആകട്ടെ തൻ്റെ ഭക്തരോട് ചേർന്നിരിക്കുമ്പോൾ ആ ഭക്തിദേവിയിലൂടെ ഭക്തർക്കും എന്തെങ്കിലും ഗുണം വേണമല്ലോ എന്ന് ഭഗവാൻ കൽപ്പിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ തൻ്റെ അനുഗ്രഹം ഈ രൂപത്തിൽ, ഈ 3 രൂപങ്ങളിലായിക്കൊണ്ട് തൻ്റെ ഭക്തരിലേക്കും എത്തട്ടെ എന്ന ഭഗവാൻ ഒരു കാരുണ്യം ചൊരിഞ്ഞിട്ടുണ്ട്, ഒരു കൃപ. അതുകൊണ്ട് ഭക്തിദേവിക്ക് മക്കളായിക്കൊണ്ട്, പുത്രന്മാരായിക്കൊണ്ട് ജ്ഞാനത്തെയും വൈരാഗ്യത്തെയും കൊടുത്തു. പിന്നെയോ ഭക്തിദേവിക്ക് ദാസിയായിക്കൊണ്ട് മുക്തിയെയും പ്രദാനം ചെയ്തു. അപ്പോൾ ഇത് 3 ലഭിക്കാൻ ഭക്തിയെ ആശ്രയിക്കേ വേണ്ടൂ, ഭക്തിയുടെ മാർഗത്തിലൂടെ നീങ്ങുകയേ വേണ്ടൂ. നമുക്കറിയാം, നമ്മളൊരു ഗൃഹത്തിൽ ചെന്നാൽ, ഒരിടത്ത് നമ്മൾ ഒരു അതിഥിയായി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം ആ ഗൃഹത്തിലുള്ള പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ കാണും. ഗൃഹനാഥ, അവരുടെ കുട്ടികളെയൊക്കെ കാണും. അവസാനം പോരുമ്പോഴാവും അവരെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നമ്മൾ കാണുന്നത്. ഇവിടെയും അതുപോലെ തന്നെ ആദ്യം ഭക്തിദേവിയെ ആശ്രയിക്കുന്നു. ആ ഭക്തിദേവിയിലൂടെ ആ 2 പുത്രന്മാരുടെ പ്രീതി, ജ്ഞാനവൈരാഗ്യങ്ങളുടെ പ്രീതി നേടുന്നു. അതിനുശേഷം ദാസിയായിട്ടുള്ള മുക്തിയിലൂടെ പിന്നീടുള്ള ആ ഒരു യാത്ര, ആ മുക്തിയെയും കൂടി കണ്ടു കഴിഞ്ഞാൽ പിന്നീടുള്ള യാത്ര ആ പരിപൂർണതയിലേക്കാണ്, ആ ഭഗവാനിലേക്കാണ്. കാരണം മുക്തി നേടിയ ഒരാളിന് തിരിച്ചൊരു മടക്കയാത്രയില്ല. എല്ലാ സത്തിനോടുമുള്ള സംഘം ഉപേക്ഷിക്കുന്ന അവസ്ഥയാണ് മുക്തി എന്ന് പറയുന്നത്. അപ്പോൾ ആ മുക്താവസ്ഥയിൽ പിന്നെ ആ പരബ്രഹ്മത്തിലേക്കുള്ള ലയമാണ്. അപ്പോൾ അവിടം വരെ എത്തിക്കുക എന്നുള്ളതാണ്, ആ മുക്തി വരെയുള്ള, തൻ്റെ ദാസിയിലേക്ക് വരെയുള്ള എത്തിക്കുകയാണ് ഇവിടെ ഭക്തിദേവിയുടെ ഒരു കർത്തവ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഭക്തിയിലൂടെ തന്നെ നമുക്ക് ജ്ഞാനവും വൈരാഗ്യങ്ങളുമൊക്കെ നേടിയെടുക്കാൻ കഴിയും. അറിവ് നമ്മളിലേക്ക് തന്നെ വന്നു ചേരുന്നതാണ്. പലപ്പോഴും ഗ്രന്ഥങ്ങളിലൂടെ നേടുന്നുണ്ടില്ല എന്നല്ല, അങ്ങനെയുള്ള പണ്ഡിതന്മാർ ധാരാളമുണ്ട്. നമ്മുടെ ആചാര്യന്മാരൊക്കെ അങ്ങനെയുള്ളവരാണ്. പക്ഷേ അതിൽ നിന്നും ഭിന്നമായിക്കൊണ്ട് നമുക്ക് കുറൂരമ്മയുടെയൊക്കെ കഥ കേൾക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയാറുണ്ട്, സരസ്വതി ദേവി അങ്ങനെ അനുഗ്രഹവർഷം ചൊരിയുകയായിരുന്നുവെന്ന്. ആ പരമമായ സത്യത്തെ പരിപൂർണമായും ഉൾക്കൊള്ളാൻ എന്നല്ല, ആ കുറൂരമ്മയോടൊപ്പം നടക്കുകയായിരുന്നു ആ ഉണ്ണിക്കണ്ണൻ. എല്ലാ കുറുമ്പുകളും കാണിച്ച് കുറൂരമ്മയുടെ ചേലത്തുമ്പിൽ പിടിച്ചു തൂങ്ങിക്കൊണ്ട് നടക്കുകയായിരുന്നു ആ ഉണ്ണിക്കണ്ണൻ. അപ്പോൾ ആ പരമമായ സത്യം, അറിവ് എന്ന് പറയുന്നത് കുറൂരമ്മയിലേക്ക് ചൊരിഞ്ഞത് ഭഗവാനോടുള്ള തൻ്റെ ഭക്തിയിലൂടെയാണ്. അങ്ങനെയുള്ള തൻ്റെ പ്രിയപ്പെട്ട ഭക്തർക്ക് തന്നെ കൊടുക്കുക എന്നുള്ള ഒരു ലീല കൂടി ഭഗവാൻ ആടാറുണ്ട്. അതാണ് കുറൂരമ്മയുടെ കാര്യത്തിൽ നമ്മൾ കാണുന്ന. ഭഗവാൻ തന്നെ അങ്ങോട്ട് വന്ന് നിൽക്കുകയായിരുന്നു. ആ കുറൂരമ്മയ്ക്ക് വേണ്ട പൂജാതി കർമ്മങ്ങൾക്ക് വേണ്ടതെല്ലാം ഒരുക്കാനും അതിന് വേണ്ട സാധന സാമഗ്രികളെല്ലാം അടുപ്പിച്ചു കൊടുക്കുക, പൂക്കൾ ഇറുക്കുക തുടങ്ങി എല്ലാം തന്നെയും ചെയ്യാനും തൻ്റെ ഭക്തരുടെ ദാസനായിട്ട് ഭഗവാൻ അവിടെ മാറുന്ന കാഴ്ച, ഒരു കുറുമ്പൻ്റെ രൂപത്തിൽ അവിടെ വന്ന് ആ കുറൂരമ്മയ്ക്ക് വേണ്ടുന്നതൊക്കെ ചെയ്തു കൊടുക്കുക. എന്തിനേറെ കേട്ടിട്ടുണ്ട്, ഭഗവാന്റെ ഒരു ഭക്തന്, ഒരു മേൽശാന്തിയായിരുന്ന ഒരു സജ്ജനത്തിന് ആ ഒരിക്കൽ ഭഗവാനെ അലങ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെയും കുറുമ്പൻ അടങ്ങി നിൽക്കില്ലല്ലോ. കുറുമ്പ് കാട്ടിയപ്പോൾ അലങ്കരിക്കുന്നതൊന്നും ശരിയാവുന്നില്ല. ദേഷ്യം വന്നു
മേൽശാന്തിക്ക് എന്തോ ഒരു ആ ബിംബത്തിൽ ഒരു അടി കൊടുത്തു അത്രേ. അത് ആ ഭഗവാന്റെ ആ ഉണ്ണി വയറിലാണ് കൊണ്ടത്. പക്ഷേ ആ ഉണ്ണി വയറിൽ അടി കൊണ്ടുവെങ്കിലും മേൽശാന്തിക്കാണ് പിന്നീട് വയറുവേദന വന്നത് അത്രേ. ഒടുവിൽ പ്രശ്നം വെച്ചപ്പോൾ അത് മേൽശാന്തി തൻ്റെ വയറ്റത്ത് അടിച്ചതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കി എന്തെല്ലാം ചികിത്സകൾ ചെയ്തിട്ടും ആ മേൽശാന്തിയുടെ വയറുവേദന മാറുന്നില്ല. ഒടുവിൽ ഭഗവാൻ പ്രശ്നത്തിൽ പറഞ്ഞു അത്രേ, അത് മാറാനും പോകുന്നില്ല, കാരണം തൻ്റെ വയറിപ്പോഴും നൊന്തുകൊണ്ടിരിക്കുകയാണ് അത്രേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറൂരമ്മ ഒരിക്കൽ അവിടെ എന്തോ ഒരു വിശേഷാൽ പൂജ നടന്നപ്പോൾ മേൽശാന്തിയെ ക്ഷണിച്ചു അത്രേ. അപ്പോൾ മേൽശാന്തി പറഞ്ഞു, തനിക്ക് വരാനാവില്ല, തൻ്റെ വയറിന് നല്ല സുഖമില്ല, ഇങ്ങനെ മരുന്ന് കഴിക്കിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറൂരമ്മ പറഞ്ഞു അത്രേ, അങ്ങോട്ട് വന്നോളൂ, അതോടെ അങ്ങയുടെ വയറിൻ്റെ രോഗമെല്ലാം മാറിക്കിട്ടുമെന്ന് പറയുകയും അവിടെ വെച്ച് കുറൂരമ്മയുടെ ഭക്ഷണം കഴിച്ച് അത്ര നാളും ഈ വയറിന് ബുദ്ധിമുട്ട് വന്നതിന് ശേഷം ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ ഇരുന്ന മേൽശാന്തി കുറൂരമ്മയുടെ വീട്ടിൽ നിന്നും നല്ല സദ്യയൊക്കെ ഉണ്ട് കഴിഞ്ഞപ്പോൾ ആ മേൽശാന്തിയുടെ രോഗമൊക്കെ മാറിയത്രേ. അവിടെ നിന്നും ഇവിടെ വന്ന് ഭഗവാനോട് ചോദിച്ചു, അങ്ങല്ലേ പറഞ്ഞ് എൻ്റെ രോഗം മാറില്ല എന്നാ. ദാ കുറൂരമ്മയുടെ അടുത്ത് ചെന്നപ്പോൾ കുറൂരമ്മ പറഞ്ഞിരുന്നു മാറ്റിത്തരാമെന്താ ഇപ്പോൾ മാറിയല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ കൊടുക്കുന്ന ഒരു മറുപടി കഥയിൽ കേട്ടിട്ടുണ്ട്. എൻ്റെ ഭക്തയായ കുറൂരമ്മ പറഞ്ഞാൽ എനിക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? ഭഗവാൻ അവിടെ കുറൂരമ്മ പറഞ്ഞ വാക്കിനെ മാറ്റിത്തരാമെന്ന് പറഞ്ഞില്ലേ, അല്ലെങ്കിൽ മാറുമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ആ വാക്കിനെ സത്യമാക്കാൻ ഭഗവാൻ തന്നെ അവിടെ ആ കുറൂരമ്മയുടെ ദാസനായി നിന്നുകൊണ്ട് ആ മേൽശാന്തിയുടെ വയറുവേദന മാറ്റിക്കൊടുത്ത കഥ കേട്ടിരിക്കുന്നു. ഇതുപോലെ ഭഗവാൻ തന്നെ ഭക്തരുടെ ദാസനായി വിട്ടുകൊടുക്കുന്ന സുന്ദരമായ കാഴ്ച. അപ്പോൾ ആ ഭക്തിയിലൂടെ ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ ആ കുറൂരമ്മയ്ക്ക് സരസ്വതി ദേവി എപ്രകാരമാണോ വിദ്യ പകർന്നു ഒഴുക്കിക്കൊണ്ടിരുന്നത്, ഇതേപോലെ ആ ഭക്തിയിലൂടെ ഭക്തിദേവിയെ ആശ്രയിക്കേ വേണ്ടൂ. ജ്ഞാനവൈരാഗ്യങ്ങൾ താനേ വന്നു ചേരും. അറിവ് അതെങ്ങനെയെന്നറിയില്ല വന്നു ചേരുക, അതങ്ങനെ ഒഴുകും. സരസ്വതി ദേവിയുടെ കടാക്ഷം കൊണ്ട് ഭഗവാനെ സേവിക്കാൻ തുടങ്ങിയാൽ സരസ്വതി ദേവി അറിഞ്ഞ് കടാക്ഷിക്കുക തന്നെ ചെയ്യും. ജ്ഞാനവൈരാഗ്യങ്ങൾ വന്നു ചേരും. അങ്ങനെയോ പിന്നെ മുക്തി എന്ന അവസ്ഥയിലേക്ക് എത്തുകയായി. അവിടം വരെ എത്തിയാൽ പിന്നെ ഭഗവാൻ കുറൂരമ്മയോട് കാരുണ്യം ചൊരിഞ്ഞതുപോലെ ഭഗവാൻ തന്നോട് തന്നെ അങ്ങോട്ട് ചേർക്കും തൻ്റെ ഭക്തനെ. അങ്ങനെ ഇവിടെ ഭക്തിദേവിക്ക് അനുഗ്രഹം കൊടുക്കുകയാണ് ഭഗവാന്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. അംഗീകൃതം ത്വയാ തദ്വൈ പ്രസന്നോ ഭൂധരിസ്തദാ മുക്തിം ദാസീം ദദൗ തുഭ്യം ജ്ഞാനവൈരാഗ്യകാവിമൗ. ഈ ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആദ്യത്തെ പാദത്തിൽ പ്രസന്നോ ഭൂധരിസ്തദ, അവിടെ ഒന്നത് ചേർത്ത് വായിക്കണം. 2 പ്രസന്നോ ഭൂത്, അവിടെ ആ പ്രസന്ന അതിൻ്റെ ആ ഒരു ഓകാരം നീട്ടിയെടുക്കുക. പിന്നെ അതുപോലെ പ്രസന്നോ ഭൂധരി, അവിടെ ധ എന്ന് പറയുന്ന അഭൂത് ഹരിയാണ്, പക്ഷേ ത ഹ അത് രണ്ടും ചേർന്ന് ഥായായിട്ട് മാറും. അതൊന്ന് കട്ടിയിൽ വായിക്കുക. പിന്നെ അടുത്തത് ജ്ഞാനവൈരാഗ്യകാവിമൗ, ഇമൗ അവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഹരേ കൃഷ്ണ.